സ്റ്റേ എന്ന് പറയുന്ന സ്ഥലം. സോ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഷ്ലാഡ്മിങ്ങിലാണ്. ഇത് ഗ്രാസിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് ഷ്ലാഡ്മിങ് വരെ. ഇവിടുന്ന് നമ്മളിനി ബസ്സിന് വേണം പോകാൻ വേണ്ടിയിട്ട് ഡാർക്ക് സ്റ്റേയിലോട്ട്. അതൊരു എനിക്ക് തോന്നുന്നു എത്ര മിനിറ്റ് ഉണ്ട് ദീപു? 45 മിനിറ്റ്സ് ബസ് ട്രാവൽ ഉണ്ട്. അപ്പം നമ്മൾ ഡാർക്ക് സ്റ്റേയിലെത്തും. അവിടെ ചെന്നിട്ട് കേബിൾ കാറൊക്കെ കയറി നമ്മൾക്ക് മേളിൽ മൗണ്ടൻ്റെ അവിടെ എത്തി അവിടുത്തെ വ്യൂസ് ഒക്കെ കാണാൻ കേട്ടോ. ഒരുപാട് വ്യൂ പോയിന്റ് ഉണ്ട്, പിന്നെ സസ്പെൻഷൻ ബ്രിഡ്ജസും ഒക്കെ ഉണ്ട്. നമുക്കതെല്ലാം പോയി കാണാം. സോ സീ യു ദേർ ഗൈസ്. മാത്രല്ല കേട്ടോ, ഞങ്ങളുടെ കുറെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ്. 960 ആണ് കേട്ടോ ബസ് നമ്പർ. സോ നമ്മൾക്ക് നമ്മുടെ ഈ ക്ലീമ ടിക്കറ്റ് കാണിച്ച് കയറാം. ഇത് എൻ്റെ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തതാണ്. സോ നമുക്ക് അതിവിടെ കൊടുത്ത് ഈ ബസ്സിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. ടിക്കറ്റ് കൂടെ ഒരു 4.5 euro പെർ പേഴ്സൺ ടിക്കറ്റും കൂടെ എടുക്കുന്നത്. ടോളിൻ്റെ റേറ്റ് ആണ്. എക്സ്ട്രാ ആണല്ലേ? എക്സ്ട്രാ. നമ്മൾ ഡാർക്ക് സ്റ്റേയിൽ എത്തി. 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ ബസ് ട്രാവല്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്മൾ കേബിൾ കാറിൽ ടോപ്പിലോട്ട് പോകും. ദാ ഈ പോയിന്റിൽ നിന്നാണ്. അടിപൊളിയാണ് കേട്ടോ. You bought the ticket? Yeah. How much is the ticket price? The ticket price is 65 per person. Per person. Okay. It includes all this ice cave? Yeah. It's ice cave and suspension bridge included. Included. Everything is included. Oh, good. It's 10 euro extra for ice cave and suspension bridge is 54 euro. So I thought to take everything there. Yeah, that is worth. That makes more sense. Less. Yeah. Show me the ticket. Yes.
കാറ്റാണ്. തണുപ്പ്, ഭയങ്കര കാറ്റാണ് കേട്ടോ. കയ്യിലൊന്നും ഫോണേ നിൽക്കുന്നില്ല. പക്ഷെ ഫോട്ടോ എടുക്കാതെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഈ തണുപ്പത് സഹിച്ച് നിൽക്കുവാണ്. കാക്കയ്ക്ക് പോലും പറക്കാൻ മേലാത്തത്ര കാറ്റാണ്. എങ്ങനെയുണ്ട് തണുപ്പ്? ആ, വർത്താനം പറയാൻ പോലും മേലല്ലേ. കാല് വേദനിക്കുന്നു. വിന്റർ ഷൂസ് ഇട്ടിട്ട് ഒരു രക്ഷയില്ല. തണുപ്പ് കാരണം ഒരു റെസ്റ്റോറൻറ്റിലോട്ട് കയറി കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. കൈയൊക്കെ പൊള്ളുന്ന വേദനയാണ്. എന്നിട്ടൊന്നും അല്ല കേട്ടോ, തണുപ്പ് കാരണമാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഓർഡർ ചെയ്യാം. ഒരു രക്ഷയില്ല. എന്റെ കാലൊക്കെ വേദനിക്കാൻ. ജീവനെ വേദനിക്കുന്നുണ്ടോ? കാലും കൈ ഇതിന് കൈയൊക്കെ ചുമന്നു. എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഞാൻ ഗുലാഷാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അടിപൊളി ടേസ്റ്റാണ്. ഞാനിപ്പം തന്നെ പകുതി കഴിച്ച് തീർത്തെന്ന് തോന്നുന്നു. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ ഇങ്ങനെ പെട്ടെടുത്ത് അതിൽ ടിപ്സ് ചെയ്തിട്ട് അടിപൊളിയാണ്. നല്ല തണുപ്പത്ത് ചൂടോടെ കഴിക്കണം. സൂപ്പ് മാത്രം തന്നെ കുടിക്കുമ്പോൾ വയറ് നിറയുന്നല്ലേ. ഇനി എങ്ങനെ ഈ സോസേജ് കഴിക്കും? അങ്ങനെ എൻ്റെ മെയിൻ കോഴ്സ് ഫുഡായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് ഡംപ്ലിംഗ് വിത്ത് വെജിറ്റബിൾസ് ആണ് ഞാൻ ഓർഡർ ചെയ്തത്. വേറെ എരിവോ മസാലകളോ ഒന്നുമില്ല. ഉപ്പ്, വെജിറ്റബിൾസ്, മുട്ട തന്നെ. ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞു. വീണ്ടും തണുപ്പത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഡയറക്റ്റ്ലി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുന്നത് ഈ സ്നോയിലോട്ടാണ്. ഇവിടെ നിന്നാണ് കേട്ടോ സ്കീയിങ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ സ്റ്റാർട്ട്. നമുക്ക് സ്കീ ചെയ്യാനൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഇവിടെ മഞ്ഞത്ത് കിടന്ന് കുറച്ച് കളിക്കാം. ഇവിടെ കുറേ വ്യൂ പോയിന്റ് ഉണ്ട്. അതേപോലെ ഫോട്ടോ പോയിന്റും ഉണ്ട്. താഴെയാണ് നമുക്ക് കുറേ നേരം അവിടെ നിൽക്കാനും പറ്റത്തില്ല. എങ്ങനെ താഴെ എത്തും? We will slide. Yeah, we have to go down. നൃത്തം വെക്കും. എന്തായിരുന്നു ആ പാട്ട്? ആ, പിച്ച പിച്ച വെക്കും കൺമണിയേ. ഓ, അവര് രണ്ട് താഴെ എത്തി കേട്ടോ. ഇത് നല്ല സ്ലോപ്പാണ്. നമ്മൾ ഇതുവഴി താഴെ വരെ എത്തിയാൽ അവിടെ നമുക്ക് സസ്പെൻഷൻ ബ്രിഡ്ജും പിന്നെ ഐസ് കേവും കാണാൻ പറ്റത്തുള്ളൂ. And here we are. This is a suspension bridge. അടിപൊളിയാണ് കേട്ടോ. എനിക്കറിയത്തില്ല എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. How is it, Akshada? It's very good. This is your first? No, not first snow, right? This is my first on First snow, winter. not no, snow. no. First winter. First winter. Yeah. But it was not that. Hey.
ആണ് കേട്ടോ, ചെറിയ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. അവിടെയാണ് നമുക്ക് ബാക്കി മൗണ്ടൻസും വ്യൂസും ഒക്കെ കാണാം. അവിടെ ഒന്നും കുറെ ഫോട്ടോസ് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നാൽ കുറെ സ്നോയും കാണാം, മൗണ്ടൻസ് ചുറ്റിനും കാണാം, പിന്നെ കുറെ ഫോട്ടോസ് എടുക്കാം. പിന്നെ തണുത്ത് മരയ്ക്കാം, കൈയൊക്കെ നീര് പുകയുമാണ് തണുത്തിട്ട്. ഇവിടെ നല്ല ഫോൺ താഴെ പോയാൽ തീർന്നു, എന്റെ വ്ലോഗിങ് തീരും. ആ അതാണ് കേട്ടോ ഐസ് കേവ്. അതുവഴി അകത്തേക്ക് കയറണം. നമ്മളിപ്പോ ഐസ് പാലസിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഷൂസ് ഒന്നും ഇട്ടിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ തെന്നി അടിച്ച് താഴെ വീഴും. ഇപ്പം തന്നെ സ്ലിപ്പ് ആവുന്നുണ്ട്. ഇവിടെ ചുമ്മാ നിന്ന് കൊടുത്താൽ നമ്മളങ്ങ് മേളിലെത്തിക്കും. മറ്റേ ഭയങ്കര പാടാണ് താഴെയിറങ്ങാൻ, വീഴാതെ താഴെയിറങ്ങണം. പണിയായിരുന്നു. എത്തിയേ മേളിൽ. സോ ഇത്രയൊക്കെയാണ് ഈ ഡാർക്ക് സ്റ്റൈലിൽ കാണാനുള്ളത്. വിന്റർ സമയത്തും അതേപോലെ എല്ലാ സീസണിലും നല്ലതാണ് കേട്ടോ കാണാൻ. വിന്ററിൽ പിന്നെ കുറേ സ്കീയിങ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ സ്നോ ബോളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് കളിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. See you in my next video. Until then, bye bye.